ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈൽ. ഇത് നമ്മൾ നല്ലൊരു മിക്സർ ഉണ്ടാക്കുകയാണ് അല്ലേ. മിക്സർ ഇഷ്ടപ്പെടാത്തവരാരുള്ളേ. അപ്പോൾ നമ്മളൊരു വെറൈറ്റി എന്നുള്ള നിലയിൽ നമ്മളൊരു റെയിൻബോ മിക്സർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലോറുകൾ 3 തരത്തിലുള്ള ഫ്ലോറാണ്. കടലമാവ്, പതിവ് പോലെ കടലമാവ്, അരിപ്പൊടി, മില്ലറ്റ് ഫ്ലോർ, അങ്ങനെ 3 തരത്തിലുള്ള ഫ്ലോർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഇതേ കടലമാവ് എടുത്തു. കടലമാവിലെടുത്ത് അതിന് ശേഷം 2 കടലമാവിന് ഒരു അരിപ്പൊടി, 1 കപ്പ് അരിപ്പൊടി, ആ കണക്കിലെടുത്തിരിക്കുന്നത് കേട്ടോ. ഈക്വൽ പോർഷനിലാണ് നമ്മൾ മറ്റുള്ള മില്ലറ്റ് എടുത്തിരിക്കുന്നത്. നാച്ചുറൽ കളർ മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. മഞ്ഞ കളറ്, മഞ്ഞപ്പൊടി ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പച്ച കളറിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ചായ മാനസയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചുവപ്പ് കളറിന് വേണ്ടി ബീട്രൂട്ട് അരച്ച് ചേർത്തു. ഇതെല്ലാം നമ്മുടെ മിക്സർ എടുത്തിരിക്കുന്നത് കേട്ടോ. അടിപൊളി നല്ലൊരു മിക്സർ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ മഞ്ഞ കളറിലുള്ള നാച്ചുറലായിട്ടുള്ള മിക്സറിന് വേണ്ടി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ ബീട്രൂട്ട് അരച്ച് ചേർത്ത് കേട്ടോ. നല്ല നാച്ചുറൽ കളറാണ്, നല്ല കളറാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റും നല്ല ടേസ്റ്റ് തന്നെ. ഇതിലെല്ലാം ഉപ്പ് പാകത്തിനെടുത്ത് നമ്മൾ മണത്തിനൊക്കെ ഗുണത്തിനും വേണ്ടി കുറച്ച് കായം, വെളുത്തുള്ളി, മുളക് പൊടി ഇതെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉള്ളിയും കൂടി അരച്ച് ഞാൻ പേസ്റ്റായിട്ടാണ് അരച്ച് ചേർത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതേ കണ്ട, ഇത് കളറിന് വേണ്ടി നമ്മളൊരു സൈസ് ഡിഫറൻസിന് വേണ്ടി ഇതേ ബൂണ്ടി അല്ല, അല്പം ഒത്തിരി വലുപ്പം കൂടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ബ്രൗൺ കളറിൽ എടുത്തിരിക്കുന്നത് മില്ലറ്റാണ്. ഇതിനെല്ലാത്തിനും ടേസ്റ്റ് കൂടാൻ ഒട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മുടെ കപ്പലണ്ടി, നിലക്കടല, അതുപോലെ പുട്ടുകടല എന്ന് പറയുന്ന കടലപ്പരിപ്പ്, നല്ല വേപ്പില, നമ്മുടെ നാച്ചുറൽ കേരള സ്റ്റൈലിലുള്ള ഒരു മിക്സർ അപ്പോൾ റെഡിയാണ് കേട്ടോ. അതിൽ ഉപ്പും അല്പം ചില്ലി പൗഡറും എല്ലാം കൂടി നമ്മൾ അവസാനം കൂടി മിക്സ് ചെയ്ത് വറുത്തതിൽ ചേർത്തു. അപ്പോൾ കാണുന്ന പോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. തീർച്ചയായും നമുക്ക് കുറിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് മിക്സർ. അത് നല്ല കളർഫുള്ള്, അഡീഷണൽ കളറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. നല്ല ഓയിലിൽ നമ്മുടെ നാച്ചുറലായിട്ടുള്ള കളറുകൾ മാത്രം ചേർത്തിട്ട് അരച്ചുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഋഷികേശാണ്, എൻ്റെ മകനാണ് അതിനെ എല്ലാം മിക്സ് ചെയ്യാനൊക്കെ അവനൊരു താല്പര്യം. അവനാണ് ടേസ്റ്റ് ചെയ്തും പറയുന്നതൊക്കെ കേട്ടോ. എൻജോയ് സജീസ് ഫ്ലവർ ടൈം.